അറിഞ്ഞോ? എന്ത്? കടപ്പുറത്ത് പൊറിഞ്ചോന്റെ പ്രേതം അടിഞ്ഞു കിടക്കുന്നു. ആരും അടുത്തിട്ടില്ല. പോലീസ് വരാൻ വേണ്ടി നോക്കി നിൽക്കുക എല്ലാവരും. പോലീസ് വല്ലതും ചോദിച്ചാൽ എന്തിനു പറയണം? ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞാ മതിയോ? ഒന്നും അറിഞ്ഞൂടല്ലോ. അയ്യപ്പൻ സ്വാമി സത്യം അറിഞ്ഞൂടാ. അപ്പൊ അതങ്ങ് പറഞ്ഞാ മതി. എല്ലാരും കൂടി കൊണ്ടുപോയി അവനെ കൊന്നേ. എന്റെ മോനെ, എന്റെ കുഞ്ഞേ, എന്റെ കുഞ്ഞു. നേരോ കള്ളോന്നും അറിയാൻ മേല ഒരു ന്യൂസ് കേട്ടു. ആറ്റിങ്ങലിനപ്പുറത്ത് ഒരു ലെവൽ ക്രോസിൽ അങ്കിളിന്റെ കാറ് കിടക്കുന്നു. കാറിനകത്ത് കാന്തിയുടെ ബോഡി ഇരിക്കുന്നു. ആരോ കുത്തിക്കൊന്നിരിക്കുക. ഏതായാലും നമ്മളൊന്ന് മാറിക്കോ. പോലീസിന് ആദ്യത്തെ അവരുടെ ഇളക്കത്തിനിടയിൽ ആരാ എന്താണെന്നും നോട്ടം കാണിക്കണം. നമ്മൾ എന്തിനാ മാറുന്നേ? അല്ല, അതിന്റെ ആവശ്യമില്ല. മറ്റോമാരല്ല എവിടെടാ പോയി? നീ മോണിപ്പിക്കും. അടച്ചേക്കട്ടെ. എന്തിനെ? വേണ്ട, നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ മാറിക്കോ. അങ്ങനെ ഞാൻ മാറുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അവൻ കൊല്ലും. എനിക്കറിയാം. പോറങ്ങി, എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോ. എക്കി കൊല്ലാൻ കഴിവില്ലാത്തോണ്ട് പറയാ. എവിടേക്കെങ്കിലും ഒന്ന് പോ. എങ്ങോട്ട് പോവാൻ? എങ്ങോട്ടെങ്കിലും. നമ്മളെല്ലാം ഇപ്പൊ അകത്താകാൻ പോവാ. ഞാനായിട്ട് നിന്നെ പിടിച്ചു കൊടുക്കത്തില്ല. ഒരു ദിവസം ഇവിടെ കൊണ്ടിട്ട് പോയതുകൊണ്ട്. പക്ഷെ അകത്തായാൽ ഞാൻ എല്ലാം പറയും. കുറി പൂട്ടുന്നില്ല. നേരാണോ ഈ കേൾക്കുന്നത്? അങ്ങനെ കേട്ടു. കേട്ടേ ഉള്ളൂ. ഒന്നും അറിഞ്ഞൂടെ? അറിഞ്ഞൂടെന്ന് ചോദിച്ചാൽ? നിങ്ങൾക്കെല്ലാം അറിയാം, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. എനിക്കറിയാം, എന്റെ അണ്ണന്റെ ശവം നിങ്ങൾ അറിയാൻ നിങ്ങളുടെ കാറിനകത്ത് ഇരിക്കില്ല. എനിക്ക് ഉറപ്പാണ്. സത്യത്തിൽ എന്തിനെ? നിങ്ങൾ സത്യം പറയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സത്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാശ് മതി. നിങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി എന്റെ അണ്ണനെ ചതി പറഞ്ഞയച്ച്. വേഗം തട്ടിയിട്ട് മാറിക്കോ. അവർ അങ്കിളിനെ തപ്പി വരുവാണ്. എന്നെ? ഒരു പടയുണ്ട്. ഒന്ന് മാറി നിൽക്കുന്നതാ ബുദ്ധി. കടയടച്ചോ, എന്നിട്ട് എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോ. Hey! Hey!
പട്ടി മോനെ നിന്നെയൊക്കെ Big shot. Sit. There's a lot of police there. I wonder what they're doing. Isn't he the man from the restaurant? ആ പെണ്ണിന്റെ മരണമാണ് എന്നെ 5 വർഷം ഇതിനുള്ളിലാക്കിയത്. മറ്റു 2 കൊലപാതകങ്ങളുമായി എന്നെ നേരിട്ട് ബന്ധിക്കാൻ അവർക്ക് തെളിവൊന്നുമില്ലായിരുന്നു. എന്നെ എന്നല്ല ആരെയും അതുമായി ബന്ധിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഫാബിയൻ റമറസിനെ പറ്റി പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് അതൊരു തമാശയായി മാറുന്നത് ഞാൻ കണ്ടു. അവർക്കതങ്ങനെ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം ഫാബിയൻ അവർക്ക് കൊത്താനുള്ള ഒരു ഇരയായിരുന്നില്ല. 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഫാബിയൻ എൻ്റെ മുൻപിൽ വന്ന് പെട്ടപ്പോൾ എനിക്കറിയാമായിരുന്നു പോലീസിനെ വിളിച്ച് ഇതാണ് ഫാബിയൻ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നെങ്കിലും വിശേഷം ഒന്നും ഉണ്ടാവില്ലെന്ന്. കാരണം അവനെതിരെ നിരത്താൻ എനിക്ക് തെളിവൊന്നുമില്ലായിരുന്നല്ലോ, ഒറ്റ ഒന്നുപോലും. ജയിലിനുള്ളിൽ ഫാബിയൻ രാജാവിനെ പോലെ സുരക്ഷിതനായിരുന്നു. അതിനുള്ളിൽ വെച്ച് എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവൻ പുറത്തു വരാൻ വേണ്ടി 14 കൊല്ലം കാത്തിരിക്കാനുള്ള ക്ഷമയും എനിക്കുണ്ടായിരുന്നില്ല. അവനെ പുറത്തിറക്കേണ്ടത് അങ്ങനെയാണ് എൻ്റെ ആവശ്യമായി തീർന്നത്. പുറത്ത് കിട്ടിയ 8 മാസം കൊണ്ട് ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. തീയതിയും ആളും സമയവും എല്ലാം. You promised me that you will inform me the date today. My cash is ready. You wanted me to arrange the money before October. I have arranged. When? Anytime. It is ready there. പുറത്തിറങ്ങിയാൽ അതെത്തിക്കാനുള്ള ഏർപ്പാടുണ്ടോ? ഉണ്ട്. Then ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്യൂ. You arrange it on October 2nd. October 2nd. ഇവിടെ അന്ന് ഫെസ്റ്റിവൽ ദിവസമാണ്, ഗാന്ധി ജയന്തി. Gandhi Jayanti. ആ അന്വേഷണത്തിന്റെ അന്ത്യം മനുഷ്യ മനസ്സിന് ഗുണപാഠങ്ങളായി തീരേണ്ട നിഗമനങ്ങളുടെ ശാദ്വല ഭൂമികളിലാണ്. ആത്മസംയമനം, മനസ്സംയമനം, മഹാത്മജിയുടെ ആദർശങ്ങൾ മഹോന്നതമായ സ്ഥാനം അലങ്കരിക്കാനുള്ള മഹാഭാഗ്യം ഈ സ്ഥിതിവിശേഷത്തിന് സംജാതമായി. എന്താണ് ആത്മാവ്, എന്താണ് ഈശ്വരൻ, എന്താണ് നമ്മൾ ഈ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്? ഈശ്വരൻ നമ്മിൽ തന്നെയാണ്. നമ്മളിൽ എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു, അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്നതാണ് സത്യം. നമ്മളത് തിരിച്ചറിയണം. അതെങ്ങനെ അറിയണം? ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചനം ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്ത ഐറ്റം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അതിനായി ഞാൻ ബഹുമാനപ്പെട്ട ജയിൽ ഐ ജി അവരെ ക്ഷണിച്ചോളും. അടുത്ത ഐറ്റം സമ്മാനദാനമാണ്. ബഹുമാനപ്പെട്ട ജയിൽ ഐ ജിയാണ് ഇന്നിവിടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. സമ്മാനം വാങ്ങേണ്ടവർ സ്റ്റേജിന്റെ ഇടതുവശത്തേക്ക് എത്രയും പെട്ടെന്ന് വന്നു നിൽക്കണം. സമയമില്ല. സമ്മാനത്തിന് അർഹരായവർ ഈ സ്റ്റേജിന്റെ ഇടതുഭാഗത്തേക്ക് വന്നു നിൽക്കണം. സമ്മാനം വാങ്ങി സ്റ്റേജിന്റെ വലതുഭാഗത്തേക്ക് പൊയ്ക്കൊള്ളണം. ബഹുമാനപ്പെട്ട ജയിൽ ഐ ജി അവർക്ക് ഈ യോഗത്തിന് ശേഷം മറ്റൊരു ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനാൽ
ഇനി അടുത്ത ഐറ്റം ഉപസംഹാരമാണ്. നാളെ കാലത്ത് വരുമ്പോ അതിന്റെ വിവരം പറയണം. നീ ചെല്ലടേ, ചൂടാകാതെ. ചൂടാകൊന്നുമല്ല. ആ, എനിക്ക് പറയാനുള്ളതെല്ലാം ബഹുമാനപ്പെട്ട സ്വാമിജിയും മറ്റ് പ്രാസംഗികന്മാരും ഇതിനോടകം ഇവിടെ പരാമർശിച്ചു. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടുന്ന ആ മഹാത്മാവിനോടുള്ള നന്ദിയും കൃതജ്ഞതയും പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ഒരു അവസരം സമുചിതമായി ആഘോഷിക്കുന്നത് ഏത് തരത്തിലുള്ള യുഗങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ മാത്രം പിറന്നു വീഴുന്ന കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. വയറ്റിലല്ലാതെ പിന്നെ എവിടെ ആശാനെ? ശ്വാസവാസത്തിൽ കിടക്കുവോ? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു പോയതാ. ചിലപ്പോ ഒന്ന് തള്ളി തരേണ്ടി വരും. വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവന്നിട്ടില്ലേ തള്ളിത്തരാൻ? എടുത്തു മാറ്റണോ വണ്ടി? ദേ ചൂടാവല്ലേ. ആദ്യം സംഗതി അനങ്ങുമെന്ന് നോക്കട്ടെ. ഇവന് സ്വല്പ ഇടത്തുവാക്കുള്ള കൂട്ടത്തില. ഇതു ഇനി ഞാൻ വണ്ടി എടുത്തോളാം. ഇനിയുള്ള ഡീലിങ്സിന് ഞങ്ങൾ രണ്ടുപേരും മതി. മൂന്നാമതൊരാൾ കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാഷും കൊണ്ടുവരുന്നവന് സംശയമാവും. You are right. Absolutely right. He is expecting only two of us. ആ നിർത്തിക്കോ. ഞാനങ്ങെത്തും സന്ധ്യയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രാത്രിയിൽ. ഇന്നിരെ വിളിച്ച് കടയിലെടുത്ത് എത്ര വൈകിയാലും എന്നെ കണ്ടിട്ടേ പോകാവൂ എന്ന് പറയണം. പറഞ്ഞിട്ടുണ്ട്. പോവാൻ ധൃതി കൂട്ടിയാലും സമ്മതിക്കരുത്. എനിക്ക് അവളോട് ഒരു കടം വീട്ടാനുണ്ട്. Hey, you are going ficky. ഇവിടുന്ന് ബസ് കിട്ടുമല്ലോ. ആ, ഞാൻ വയ്ക്കോളാം. കമാൺ, കാണാം. ക്യാഷ് എവിടെ? Hmm? Get me the money.
It is ready. I want to make a call. Phone ചെയ്യുമ്പോൾ അവൻ cash എത്തിക്കും. Stop the van at a telephone booth. Okay. Yes. Motel. He knows. Golden Valley, yeah. Come, cash is ready. Coffee? ഓറഞ്ച്. ഓക്കെ. Okay. എണ്ണി നോക്കട്ടെ. കൗണ്ട് ഇറ്റ്. ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് അപ്രീസിയേഷൻ ഉണ്ട്. നീ നേരുള്ളവനാ. എൻ്റെ കയ്യിൽ നിന്നെടുത്ത കാശ് മുഴുവൻ നീ ഇപ്പൊ തന്നു തീർത്തു. അത് ന്യായമായ പലിശ സഹിതം. താങ്ക് യു. What do you mean? പറയാം. 1982 കോവളത്ത് ഹൗവ ബീച്ചിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ജീവൻസ് സീ റിസോർട്ട്. ഓർമ്മ വരുന്നില്ല അല്ലേ? മെർലിൻ സൈമൺ എന്നൊരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഓർമ്മ വരും. ആ പെണ്ണിനെ കൊണ്ടാണ് നീ എൻ്റെ വീട് കുത്തിത്തുറപ്പിച്ച് 3.5 ലക്ഷം രൂപ മോഷ്ടിച്ചത്. പൊതുവിനെ കൊല്ലുന്ന പോലെ നിസ്സാരമായി നീ എന്നവിടെ 2 ചെറുപ്പക്കാരെ കൊന്നു തള്ളിയിട്ട് പോയത് ഓർമ്മയുണ്ടോ? നിന്നെ എക്സ്ക്യൂസ് ചെയ്ത് ഞാൻ വാങ്ങിയ ഈ കാശ് കാന്തിയുടെയും പൊറിഞ്ചുവിൻ്റെയും നാഥനില്ലാതെ പോയ വീടുകൾക്കാ. എനിക്കിത് വേണ്ട. എനിക്ക് വേണ്ടത് നിന്നെയാ. നീ കാരണം വിഷം കഴിച്ച പെണ്ണിന്റെ പേരിൽ ജീവിതം നശിച്ചവനാടാ ഞാൻ. Do you think that I'll bring a bag like this to carry money for you? Eh? I brought it for this. I didn't mean to do this. Eniki van venum. But now, since I know of your dirty tricks, I will always be restless if you remain on this earth. I'm sorry for you, Jeevan. Stop the van. Stop it! Get out. Out.
ഇന്ദിരയെ ആ കാശ് നിർബന്ധിച്ചേൽപ്പിക്കുന്നത് വരെ സത്യത്തിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അവളത് വാങ്ങിയത് ഏതായാലും വലിയ കാര്യമായി. ഇനിയിപ്പോ സലോമിയുടെയും മേബിളിന്റെയും കെട്ട് നടക്കും. പിന്നെ ഇന്ദിരയ്ക്കും ആരെങ്കിലും വരാതിരിക്കില്ല. വീണ്ടും എനിക്ക് തെരുവ് വിളക്കുകൾ നഷ്ടമാകാൻ പോകുന്നു. ഇത്തവണ എത്ര കാലത്തേക്കെന്നറിയില്ല. പക്ഷെ ഒരു ആശ്വാസമുണ്ട്. ഇപ്രാവശ്യം എനിക്കെതിരെ സാഹചര്യ തെളിവുകളൊന്നുമില്ല. ഉള്ളത് മുഴുവൻ തെളിവുകളാണ്. എൻ്റെ ദേഹത്തും ഷർട്ടിലും വരെ തെളിവുകൾ. മറ്റതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിനൊരുപാട് സുഖമുണ്ട്. മറ്റവനെവിടെ? നിന്റെ ഒപ്പം ചാടിപ്പോയ ആ സായിപ്പ് ഉണ്ട്.